കാമുകനൊപ്പം ജീവിക്കാൻ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം. കൂടെ 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ് കോടതി. 2020 ഫെബ്രുവരിയിലാണ് ശരണ്യ തന്റെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കടൽ തീരത്തെ ഭിത്തിയിൽ എറിഞ്ഞു കൊന്നത്. കാമുകനൊപ്പം ജീവിക്കുന്നതിനു വേണ്ടി ശരണ്യ 1.5 വയസ്സുകാരനായ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സംഭവത്തിൽ അകന്നുകഴിഞ്ഞിരുന്ന ഭർത്താവ് പ്രണവിനെ കുടുക്കാനും ശരണ്യ പദ്ധതിയിട്ടിരുന്നു. കൊലപാതക കുറ്റം അകന്നുകഴിയുകയായിരുന്ന ഭർത്താവ് പ്രണവിന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ അഴിക്കുള്ളിൽ ആയത് ശരണ്യയായിരുന്നു. കാമുകനൊപ്പം ജീവിക്കുന്നതിനു വേണ്ടി ശരണ്യ 1.5 വയസ്സുകാരനായ സ്വന്തം കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. അതും 2 തവണയാണ് കുഞ്ഞിനെ എറിഞ്ഞത്. പുലർച്ചെ കുഞ്ഞുമായി കടൽ തീരത്തെത്തിയ ശരണ്യ ആദ്യം കുട്ടിയെ വലിച്ചെറിഞ്ഞു. എന്നാൽ കുഞ്ഞു മരിക്കാതെ കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നപ്പോൾ വീണ്ടും കുഞ്ഞിനെ എടുത്ത് കടൽ ഭിത്തിയിലേക്ക് എറിഞ്ഞ് മരണം ഉറപ്പാക്കി. അതിനുശേഷം വീട്ടിലെത്തി ഒന്നും അറിയാത്ത രീതിയിൽ ഉറങ്ങാൻ കിടന്ന ശരണ്യ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും തിരയുന്നതായി അഭിനയിക്കുകയും ചെയ്തു. പിന്നീട് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വൈകാരികമായ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായത്. പിന്നീട് നാട്ടുകാരും പോലീസും നടത്തിയ തെരച്ചിലിനൊടുവിൽ കുഞ്ഞിന്റെ അമ്മയായ ശരണ്യയുടെ വീട്ടിൽ നിന്നും 50 മീറ്റർ അകലെയുള്ള പ്രദേശത്ത് നിന്നാണ് മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് മകനെ കൊന്നതെന്നായിരുന്നു ശരണ്യ പോലീസിന് നൽകിയ മൊഴി. കേസിൽ 47 സാക്ഷികളെ വിസ്തരിച്ചു. മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് തളിപ്പറമ്പ് കോടതി വിധി പറഞ്ഞത്. സംഭവം നടന്ന് 5 വർഷങ്ങൾക്ക് ശേഷം 2025 ജനുവരിയിൽ ശരണ്യ ജീവനൊടുക്കാനും ശ്രമിച്ചിരുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ശരണ്യയെ. പിന്നീട് അപകടനില തരണം ചെയ്തിരുന്നു. പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു ശരണ്യയും ഭർത്താവ് പ്രണവും. പിന്നീട് ഇവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ശരണ്യ ആദ്യം മൊഴി നൽകിയത്. പ്രണവിനെതിരെ ശരണ്യയുടെ ബന്ധു പോലീസിൽ പരാതിയും നൽകിയിരുന്നു. വിശദമായ അന്വേഷണം നടത്തിയ പോലീസ് ശരണ്യയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകം തെളിഞ്ഞത്. കേസിലെ 27ാം സാക്ഷിയായ പാലക്കാട് സ്വദേശി അരുൺ എന്ന യുവാവാണ് ശരണ്യയുടെ യഥാർത്ഥ കാമുകനെന്നായിരുന്നു കാമുകനായ നിതിൻ ഹർജിയിൽ അവകാശപ്പെട്ടത്. അരുണുമായി 2018 മുതൽ ശരണ്യയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും താനുമായി 2019 മുതലാണ് അടുപ്പത്തിലാകുന്നത് എന്നും നിതിൻ ഹർജിയിൽ പറഞ്ഞിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നിതിനെ കോടതി വെറുതെ വിട്ടിരുന്നു. തെളിവുകളുടെ അഭാവത്തിലായിരുന്നു നിതിനെ കോടതി വെറുതെ വിട്ടത്. പോലീസ് തന്നെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നും നിതിൻ ഹർജിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ശാസ്ത്രീയമായ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം പോലീസ് നിതിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് കഴിഞ്ഞ ദിവസം വിധി വന്നപ്പോൾ നിതിൻ ജയിൽ മോചിതനാവുകയും ചെയ്തു.